ഹായ് ഓൾ, വെൽക്കം ടു എജുബി. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ എക്സാം ഒന്നും ഇല്ലാണ്ട് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിലെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്ഥിര ജോലി നിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പേരെ മിസ്സാക്കാൻ സാധ്യതയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾ 10ൽ കിട്ടിയ നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിലത്തേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ പിടിച്ചൊരു വേൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പുറകെയാണ്, ഒരു ജോലി നേടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറകെയാണ്. അപ്പോൾ ഒരു ജോലി പോലും ഇല്ലാണ്ട് 10th ഒരു മാർക്ക് വെച്ചിട്ട് നമുക്കൊരു ജോലിയിലേക്ക് കയറാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കരുത്. നമുക്ക് ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് റഫായിട്ട് പറഞ്ഞു പോവാം. എന്നിട്ട് ഇത് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. റായ്പൂർ ഡിവിഷനിൽ കുറച്ച് പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ടോട്ടലായിട്ട് വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 1363 വേക്കൻസീസ് ആണ്. 1363 വേക്കൻസീസിൽ നമ്മൾ പറയുന്ന പോസ്റ്റുകൾ ഇതൊക്കെയാണ്. വെൽഡർ പറയുന്നുണ്ട് ടോട്ടൽ 262 വേക്കൻസീസ്. ടർണർ പറയുന്നുണ്ട് 28 വേക്കൻസീസ്. ഫിറ്റർ പറയുന്നുണ്ട് 406 വേക്കൻസീസ്. ഇലക്ട്രീഷ്യൻസ് പറയുന്നുണ്ട് 337 വേക്കൻസി. സ്റ്റെനോഗ്രാഫർ ഹിന്ദി പറയുന്നത് 10 വേക്കൻസി. ഇങ്ങനെ ആ ഒരു ഗ്രേഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേഡിലത്തേക്ക് വേണ്ട ടോട്ടലായിട്ടുള്ള വേക്കൻസീസ് ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇത് എല്ലാവരും എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുക. ദെൻ വാഗൺ റിപ്പയർ ഷോപ്പ് റായ്പൂർ, അതിൻ്റെ വേക്കൻസീസ് ടോട്ടലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ടോട്ടലായിട്ട് 1600 വേക്കൻസീസിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. 10th പാസ്സായിരിക്കണം. Must have passed 10th class examination under 10th plus 2 system of education or its equivalent with minimum 50% മാർക്ക് വേണമെന്നേ പറയുന്നുള്ളൂ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നവരെ അനുസരിച്ചിട്ട് അവരുടെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, മസ്റ്റ് ഹാവ് പാസ്ഡ് ITI കോഴ്സസ് ഇൻ റെലവൻറ്റ് ട്രേഡ്. അപ്പം മേളിൽ തന്നിട്ടുള്ള ട്രേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ITIയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഏജ് ലിമിറ്റ് പറയുന്നതെന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 24 വയസ്സിനകത്തായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. 5 year ഫോർ SC/ST കാൻഡിഡേറ്റ്സും 3 year ഫോർ OBC കാൻഡിഡേറ്റ്സും ആണ് ഏജ് റിലാക്സേഷൻ പറയുന്നത്. 15-24 വയസ്സാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ന് പറയുന്നത് 24-15 ഏജ് ആണ്. അതിൽ തന്നെ OBCക്ക് 3 years, SC/STക്ക് 5 years ഏജ് റിലാക്സേഷനും ഇതിലവർ തരുന്നുണ്ട്. ദെൻ ഇത് പ്യുവർലി നമ്മുടെ 10th മാർക്കിന്റെ ബേസിലാണ് നമുക്കിതിൽ നമ്മൾ ആ പോസ്റ്റിലത്തേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. ക്രൈറ്റീരിയ ഫോർ പ്രിപ്പയറിംഗ് മെറിറ്റ് ലിസ്റ്റ് ഇൻ ദ സെലക്ഷൻ. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നമുക്ക് ജൂൺ 4-ാം തീയതി വരെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ജൂൺ 4-ാം തീയതി വരെ നമുക്ക് ഈ പോസ്റ്റിലത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ജൂൺ 4 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും 4-ാം തീയതി അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ദെൻ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ടു ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലാണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ജോലി നേടാനായിട്ട് സാധിക്കുന്നത്. എക്സാമും ഇന്റർവ്യൂ ഒന്നും വരുന്നില്ല. ഒന്നും നിങ്ങൾ 10th അത്യാവശ്യം നിങ്ങൾക്കൊരു മാർക്കുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, സെലക്ഷൻ കിട്ടാം. സോ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കരുതെന്ന് ഞാൻ പറയും. പിന്നെ നമ്മുടെ എജുബിയിൽ ഈ വരുന്ന മെയ് 20-ാം തീയതി SSC ബാങ്ക് റെയിൽവേ ഫോക്കസ് ചെയ്തിട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.